ഹലോ, ദിസ് ഇസ് വിപിൻ ഫ്രം DW ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂർ. ഇപ്പൊ കേരളത്തിൽ വൈറലായി എന്ന് പറയാൻ കാരണം ഈ വാക്കുകൾ ഇത് കാണാതെ ഒരു സ്പീക്കിങ്ങോ റൈറ്റിങ്ങോ ഒരു 99% സ്റ്റുഡൻസ് കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസിന്റെ ജർമ്മൻ എക്സാമിൽ കാണാറില്ല. ഇത് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. അതിലൊരെണ്ണാണ് കോസ്റ്റ് സ്പീലിഷ് എന്നുള്ള വാക്ക്, ടോയർ എന്നുള്ളതിന് പകരം. പിന്നെയുള്ളതാണ് ഇന്റർലാഗെ സൈൻ, പിന്നെ ഇൻ അൻസ്പ്രൂഖ് നെയ്മൻ. അപ്പൊ ഇതൊക്കെ എല്ലാ സ്റ്റുഡൻസും യൂസ് ചെയ്യണം. ഇത് യൂസ് ചെയ്യണ്ടെന്നല്ലേ, കറക്റ്റ് കോണ്ടെക്സ്റ്റിൽ നമുക്കും യൂസ് ചെയ്യാം. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ഇതില്ലാതെ ഒരു പേപ്പറും അല്ലെങ്കിൽ ഒരു സ്പീക്കിങ്ങും കാണാറില്ല. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഇതിൽ യൂസേജ് വരികയാണെങ്കിൽ ഇന്റർലാഗെ സൈൻ നല്ലൊരു എക്സ്പ്രഷൻ ആണ്. ക്യോനൻ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഷ് ബിൻ നിഷ്റ്റ് ഇന്റർലാഗെ ദീസസ് ഹൗസ് zu kaufen എന്ന് പറയുമ്പോൾ ഐ എം നോട്ട് ഏബിൾ ടു ബൈ ദിസ് ഹൗസ്. ഫൈനാൻഷ്യലായിട്ട് അതിനുള്ള ഇതില്ലാത്തത് കൊണ്ടാണ് വാങ്ങിക്കാൻ പറ്റാത്തത്. നോട്ട് ഏബിൾ ടു എന്നുള്ള മീനിങ്ങിൽ വരുമ്പോൾ. ഇൻ അൻസ്പ്രൂഖ് നെയ്മൻ ഏറ്റവും കൂടുതൽ കാണുന്നത് എഫൻലിഷെ ഫെർകെയർസ്മിറ്റൽ ഒക്കെ പറയുന്ന സമയത്ത് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് അല്ലെങ്കിൽ യൂസ് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ മീനിങ്ങിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൻമുസ് എഫൻലിഷെ ഫെർകെയർസ്മിറ്റൽ ഇൻ അൻസ്പ്രൂഖ് നെയ്മൻ. അത് പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതിന്. കോസ്റ്റ് പിന്നെ നമുക്കറിയാം ടോയർ എന്നുള്ളതിന് പകരം കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കോസ്റ്റ് സ്പീലിഷ് യൂസ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ എല്ലാ എക്സ്പ്രഷൻസും യൂസ് ചെയ്യാം. അത് കറക്റ്റ് കോണ്ടെക്സ്റ്റിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.